രാധാകൃഷ്ണൻ ഒരു ആശുപത്രി വാസത്തിന് ശേഷം വരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം വന്നിരിക്കുകയാണ്. 2 ആഴ്ചയായിട്ട് ഞാൻ ABC-യിലില്ല. ആ ABC-യിൽ വരേണ്ട ദിവസമായിരുന്നു ആശുപത്രിയിലായത്. ആശുപത്രി കഴിഞ്ഞു, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഒരു മിറാക്കുലസ് എസ്കേപ്പ് ആയിരുന്നു. ഒരു ചെറിയ ജീവിയാണ് ഇതിൻ്റെയൊക്കെ കാരണം. എന്താണ് ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞ ചെറിയ ജീവി. അവൻ മനുഷ്യ വിസർജ്യത്തിൽ നിന്നും ജനിക്കുന്നതാണത്രേ. അവൻ മണ്ണിലൂടെ, ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലെത്തും. ശരീരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇവന് നമ്മുടെ അകത്തുള്ള ഡിഫൻസ് ഫോഴ്സ് ഇവനെ ശരിപ്പെടുത്തും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടന്നില്ല. ഒരുത്തൻ ബ്ലഡിൽ കയറി. പിന്നെ അത് കണ്ടവൻ കരൾ കാർന്നു തിന്ന്. അങ്ങനെ ആ പ്രശ്നമായി. എല്ലാ പാരാമീറ്റേഴ്സും ജീവിക്കുക എന്നുള്ള എതിരായിരുന്നു. പ്രഷർ 50ലേക്ക് തട്ടി നിൽക്കുന്നു. ടെമ്പറേച്ചർ 103 കഴിഞ്ഞ് 104ലേക്ക് പോകുന്നു. ഓക്സിജൻ ലെവല് ഷാർപ്പായിട്ട് കുഴയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് ആദ്യത്തെ പരിപാടിയാണിത്. അതെ. പക്ഷെ ഇപ്പോഴും ഒരു വിലക്കുണ്ട്. ആൾക്കൂട്ടത്തിന് പോകരുതെന്നുണ്ട്. കാരണം ആൾക്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ പറ്റില്ല. എന്നാലും മറ്റേ ആശുപത്രിവാസത്തിന് ശേഷം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇന്നാണ്. അപ്പം നമുക്കിന്ന് ശശി തരൂർ അത്യാവശ്യം വിഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ശശി തരൂർ സാധാരണ പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോൾ ഒരു കോളം എഴുതുന്നുണ്ട്. അത് സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഇംഗ്ലീഷ് പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറയും. അവർ വിവിധ പത്രങ്ങൾക്ക് കൊടുക്കും. കേരളത്തിൽ ഇത് ദീപിക അച്ചടിച്ചിരുന്നു. ദീപിക അങ്ങനെ ഒരു നല്ല സേവനം സൽകൃത്യം ചെയ്തു. അപ്പോൾ ശശി തരൂർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബവാഴ്ചക്കെതിരാണ് രാഷ്ട്രീയത്തിലെ. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം എന്നോ ഗാന്ധി കുടുംബം എന്നോ, ഗാന്ധിയൊക്കെ അവർ ഏറ്റെടുത്തല്ലോ. കട്ടെടുത്തു. അതെ, എന്ന് പറയാൻ പറ്റില്ല, മോഷ്ടിച്ചെടുത്ത്. അതെ, നെഹ്റു ഗാന്ധി കുടുംബം രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമായിട്ടാണ് കരുതുന്നത്. കുടുംബ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. വംശാധിപത്യത്തിന് പകരം യോഗ്യതാധിപത്യം, അത് ഞാൻ മലയാളം പരിഭാഷയാണ്, മെറിറ്റോക്രസി, യോഗ്യതാധിപത്യം വരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജ്യങ്ങൾ, ഒരു കുടുംബം, ദശകങ്ങൾ ഒരു കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചൂഴ്ന്നു നിന്നു. നെഹ്റു ഗാന്ധി കുടുംബം, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇനി അവരുടെ മക്കൾ. സ്വാതന്ത്ര്യ സമരവുമായിട്ട് അതിൽ ചിലർക്ക് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശം എന്ന ആശയം കൂടി അവർ ഉറപ്പിച്ചു. അങ്ങനെ ഈ എല്ലാ പാർട്ടികളിലും ഇത് കടന്നു. എന്നിട്ട് അദ്ദേഹം മറ്റു പാർട്ടികളുടെ പേരുമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ രാഹുലിൻ്റെയും പ്രിയങ്കയും കൂടി പേര് ഈ പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിന് തീരെ പിടിച്ചിട്ടില്ല. ഇന്ന് ഉണ്ണിത്താനൊക്കെ ഇതിനെതിരെ ഭർസനം ചൊരിയുന്നത് കണ്ടു. രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ ഈ സന്ദർഭത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്, അപൂർവം. അതെ. അപ്പൊ ജയറാം രമേശ്, പവൻ ഖേര തുടങ്ങിയ ആളുകൾ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, വക്താക്കൾ പ്രതികരിച്ചില്ല. ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നിരന്തരം തരൂര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. BJP വക്താവ് ഷഹസാദ് പൂനാവാല പറഞ്ഞു, നല്ല ഉൾക്കാഴ്ചയുള്ള പ്രതികരണമായിരുന്നു ശശി തരൂരിൻ്റേത്, നല്ല ഇൻസൈറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും തുറന്ന് പറഞ്ഞതിന് എന്ത് നടപടിയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവസേന, സമാജ്വാദി പാർട്ടി, PDP, നാഷണൽ കോൺഫറൻസ്, ഇതിൻ്റെയൊക്കെ പേര് കുടുംബ ആധിപത്യത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. RJD. അതെ, രാഷ്ട്രീയാധികാരം പൈതൃകം വഴി തീരുമാനിച്ചാൽ അത് ഭരണത്തിന്റെ ഗുണത്തിനെ ബാധിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ശരിയായ കാര്യമാണ്. ചെറിയ പ്രതിഭ പരിസരത്ത് നിന്നുള്ള തിരഞ്ഞെടുപ്പ് ഒട്ടും ഗുണം ചെയ്യില്ല. ചെറിയ ടാലന്റ്, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ചെറിയ ഇതല്ലേ ഉള്ളൂ, ഒരു സ്മോൾ സൊസൈറ്റിയിൽ നിന്ന് സെലക്ഷൻ ആയിട്ട് വരും. അതൊരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് മൗലികമായ മാറ്റങ്ങൾ ഉണ്ടാവണം.
ഇതിനൊക്കെ പരിധി വെക്കണം, പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, വോട്ടർമാർക്ക് പരിശീലനം കൊടുക്കണം, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളതിന് അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബ രാഷ്ട്രീയം പാടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെറുതെ എൻ്റെ രത്നച്ചുരുക്കം. അതെ, തീർച്ചയായിട്ടും വളരെ വൈകിയാണെങ്കിലും ഈ ഒരു അഭിപ്രായം ശശി തരൂർ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ജന്മമഹത്വമാണ് പദവി ലഭിക്കുന്നതിന് വേണ്ടി കുടുംബാധിപത്യത്തിലെ അടിസ്ഥാന ഘടകം. നിങ്ങൾ ഈ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട്, ജന്മമഹത്വം കൊണ്ട് പദവികൾ നിശ്ചയിക്കപ്പെടുക എന്നതാണ് കുടുംബാധിപത്യത്തിൻ്റെ, രാജാധിപത്യത്തിൻ്റെയൊക്കെ രീതി. കർമ്മമഹത്വം കൊണ്ട് പദവികളിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നതാണ് ജനാധിപത്യത്തിൻ്റെ രീതി. ഈ ജന്മമഹത്വം എന്ന് രാഷ്ട്രം പറഞ്ഞില്ലേ, ഈ ജന്മമഹത്വം എന്ന് പറയുന്നത് ഈ നെഹ്റു കുടുംബം പോലുള്ള കുടുംബങ്ങൾ ഇൻവെന്റ് ചെയ്യുന്നതല്ലേ? അല്ല, അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിയറിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സാധനമാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചായക്കടക്കാരന് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം, അയാൾക്ക് അഭിജാതമായ കുടുംബ പശ്ചാത്തലമില്ല, ധനശേഷിയില്ല, സംഘബലമില്ല, സഹായികളില്ല. പക്ഷേ സ്വന്തം കർമ്മശേഷി കൊണ്ടും മറ്റേ ധൈഷണികമായ മേധാബലം ഉണ്ട് കേട്ടോ. പിന്നീടാണ് വന്നു ചേർന്നത്, ആദ്യമില്ലല്ലോ. ആദ്യമില്ല. ഇത് പിന്നീട് വന്നു ചേർന്നതാണ്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ഒരു അവസരം. പക്ഷേ കോൺഗ്രസ്സിൽ ആ അവസരം നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റു കുടുംബത്തിന് മാത്രമായി പരിമിതപ്പെടുത്തി. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അത് ശാസ്ത്രി ആയാലും കൊള്ളാം, പുരുഷോത്തമ താണ്ടൻ കുറച്ചു കാലം വന്ന്, അത് പുരുഷോത്തമ താണ്ടനെ അപ്പം തന്നെ മാറ്റി. അത് കഴിഞ്ഞ് ശാസ്ത്രി വന്നു. ശാസ്ത്രി ദുരൂഹ രാമനാഥനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. രാമനെ അറിയാമല്ലോ, ആ മരണം തന്നെ വളരെ കോൺട്രവേഴ്ഷ്യലാണ്. അത് കഴിഞ്ഞ് നരസിംഹറാവു വന്നു. നരസിംഹറാവു ഇൻടോളറബിൾ ആയിരുന്നു. ഇത് വേറെ ഒരു പാർട്ടിയിൽ നിന്നും വേറെ ഒരു കുടുംബത്തിൽ നിന്നും ഒരാളും ഈ അധികാരത്തിലേക്ക് വരരുത് എന്ന ദുർവാശി ഉണ്ടായിരുന്നു. അത് പൊളിച്ചവരിൽ ഒരാളാണ് വി പി സിംഗ്. ആ വി പി സിംഗിനോട് ഇവർ ക്ഷമിച്ചിട്ടില്ല. അത് തെറ്റാണ് എന്ന് ആദ്യമായി ഇന്ദിരയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് എസ് ചന്ദ്രശേഖർ, പ്രധാനമന്ത്രിയായത്. ആ ചന്ദ്രശേഖരനെ നാണം കെടുത്തി ഇറക്കി വിട്ട്. കാരണം ഇവർ ക്ഷമിക്കില്ല ഈ കാര്യത്തിൽ. എനിക്കിതിനകത്ത് ഇപ്പോൾ ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, 2014 ഒരു ദിവസം, കൃത്യമായ ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ലേഖനത്തിൽ, ഈ കാര്യങ്ങൾ ഞാൻ ശ്രീ AK ആൻ്റണിയോട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് 48 മിനിറ്റും 50 സെക്കൻഡും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനൊരു കഥയും കൂടി പറഞ്ഞു കൊടുത്തു. അത് ആരുടെയാണെന്ന് വെച്ചാൽ കാളിദാസൻ്റെ രഘുവംശമാണ്. ദിലീപനിലാണ് തുടങ്ങുന്നത്. ദിലീപിനെ പോലെ പരമയോഗ്യനും ധാർമ്മികനുമായ ഒരു ചക്രവർത്തി. ആ ദിലീപൻ ഇന്ദുമതിയെ വിവാഹം ചെയ്ത് ഇന്ദുമതി സ്വയംവരത്തിൽ വരുമ്പോഴാണ് ദീപശിഖ കാളിദാസൻ എന്ന് പറയുന്ന ആ ഉപമ വരുന്നത്. ഈ ഇന്ദുമതി കടന്നു പോകുന്ന സന്ദർഭത്തിലാണ്. ആ ഇന്ദുമതിയും സഞ്ചാരിണി സംസ്കൃത പഠിച്ചിട്ടുള്ള അങ്ങേക്ക് ആ കവിത, ആ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന. ആ ശ്ലോകം വരുന്നത് ഇതിനകത്താണ്. ഇന്ദുമതി സ്വയംവരമാണ്. ആ ഇന്ദുമതി സ്വയംവരത്തിൽ അതിനേക്കാൾ മനോഹരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ദുമതിയും ദിലീപനും കൂടി ഇത് കഴിഞ്ഞിട്ട്, സ്വയംവരം കഴിഞ്ഞിട്ട് തേരിൽ പോകുമ്പോൾ അതിനെ കാളിദാസൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാർമേഘങ്ങൾക്ക് നടുക്ക് ഇടിമിന്നൽ പോലെയാണ് ഇന്ദുമതി ഇരുന്നതെന്നാണ്. ഇതൊരു മനോഹരമായ ഭാവന. ആ ദിലീപനിൽ തുടങ്ങിയ രാജവംശം അവസാനിക്കുന്നത് ആരിലായിരുന്നു? എന്താ ആ പേര് പെട്ടെന്ന്? അഗ്നിവർണ്ണൻ ഗുഹ്യരോഗം, പല രോഗം ബാധിച്ച് 2 കാലുകൾ. അല്ല, അഗ്നിവർണ്ണൻ 1 മന്ദബുദ്ധി, 2 മദ്യപാനി, 3 വ്യഭിചാരി. ഇത് കാരണം രാജയോഷ്മാവ് ബാധിച്ച് അവർക്ക് ക്ഷയം പിടിക്കില്ലല്ലോ. നമ്മുടെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ ക്ഷയം പിടിച്ച്
കാലിൽ നീര് വന്ന് മുഖത്തും നീര് വന്നിട്ട് ആളുകളെ പുറത്ത് കാണിക്കാൻ വയ്യാത്തപ്പോൾ ജനങ്ങൾക്ക് രാജാവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് രാജാവിൻ്റെ കാല് കാണിച്ചു കൊടുക്കുന്ന ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഒരു രാജവംശത്തിൻ്റെ ക്രമാനുഗതമായ അധപ്പതനം മറ്റാർക്കെങ്കിലും പറയാൻ കഴിയുമെന്നറിയില്ല. ഇത് എല്ലാത്തിലും സംഭവിക്കും. ചിലപ്പോൾ ഈ കുടുംബത്തിലെ ഒരാൾ ചിലപ്പോൾ പ്രതിഭാശാലി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമതിനും പ്രതിഭാശാലി ആയിരുന്നിരിക്കാം. പക്ഷേ ആ രണ്ട് പ്രതിഭാശാലികൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആ കുടുംബത്തിൽ ജനിക്കുന്ന ആരും പ്രതിഭാശാലികളായിരിക്കും, അവർക്കൊരു മാജിക്കൽ പവേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായ വിഡ്ഢിത്തം ആവശ്യമാണ്. ദൗർഭാഗ്യവശാൽ ആ വിഡ്ഢിത്തം കൊണ്ട് അനുഗ്രഹീതനാണ് AK ആൻ്റണി എന്ന് ആ സംഭാഷണം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം അതൊരു വല്ലാത്ത അനുഭവം. കാരണം ഇത് കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം മുതലേ ജനങ്ങൾക്കൊപ്പം നിന്ന് വന്നിട്ടുള്ളൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഒരു കുടുംബത്തിലെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു ചെക്കന് പന്താടാൻ ഇട്ട് കൊടുക്കുന്ന തീരുമാനമെടുക്കുന്നവരാരായിരുന്നാലും അവർ ഈ രാജ്യത്തോടും ഇതിലെ ജനങ്ങളോടും ഇതിൻ്റെ സംസ്കാരത്തോടും ജനാധിപത്യത്തോടും തിന്മ ചെയ്യുന്നവരാണ്. ആ തിന്മ ചെയ്തതിൻ്റെ ഒരു പങ്ക് AK ആൻ്റണിക്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ആൻ്റണി ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ജീവിതത്തിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞു, ഐ ബെഗ് ടു ഡിഫർ എന്ന്. അതിനു മുമ്പോ അതിന് ശേഷമോ ആൻ്റണി ഒരിക്കലും എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല. ആൻ്റണി അങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന ഒരാളുമല്ല. മലയാളം തന്നെ കഷ്ടിയേ പറയുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? പക്ഷെ അന്ന് അദ്ദേഹം അത് പറഞ്ഞു. അത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ ആ കരുതലുണ്ടായിരുന്നു. കാരണം ഈ മന്ദബുദ്ധിയായിരിക്കുന്ന ഒരു ചെക്കന് പന്താടുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെയും അതിൻ്റെ സംസ്കാരത്തെയും അവിടുത്തെ ജനതയെയും വിട്ടുകൊടുക്കണം എന്ന ദുർവാശി ആ കാര്യത്തിൽ ആൻ്റണിക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ അഗ്നിവർണ്ണന്റെ കാലുകൾ ഭാരതവർഷത്തിലായിരുന്നെങ്കിൽ ഈ ചെക്കൻ്റെ കാലുകൾ പട്ടായയിലോ മറ്റോ ആയിരിക്കും എന്നുള്ള വ്യത്യാസം, ഒറ്റ വ്യത്യാസമുള്ളൂ. എന്നിട്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ മുമ്പ് പാണന്മാരായിരുന്നു, ഇപ്പോൾ PR ഏജൻസി, ഇപ്പോൾ ഉണ്ണിത്താന്മാരാണ്. പിന്നെ ഉണ്ണിത്താൻ നമുക്കറിയാമല്ലോ, രാമൻ ഓർക്കുന്നുണ്ടല്ലോ, ഉണ്ണിത്താന എവിടെയോ വെച്ച് വ്യഭിചാരത്തിന് പിടിച്ചിട്ട് തുണി ഉരിച്ച് തല്ലും കൊടുത്ത് ഇരുത്തിയ ഒരു രംഗം ഓർമ്മയുണ്ടല്ലോ. സദാചാര പോലീസ് DYFIക്കാരായിട്ടായിരുന്നു, മലപ്പുറത്ത് എവിടെയോ വെച്ചാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ആ പാതിരാത്രി ആ വനിതാ പ്രവർത്തകയുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്ന അദ്ദേഹം പറഞ്ഞു. ഞാനതാണ് വിശ്വസിക്കുന്നത്. പിന്നെ കാരണം അദ്ദേഹത്തിന് എപ്പോഴാണ് സമയം കിട്ടുന്നത് അറിയാൻ അത് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കാസർഗോഡ് പോകുന്നവരെ കുറി തൊട്ടിരുന്നു, കറുത്ത കുടി, മറ്റെന്താണ് കരിങ്കുരി, എന്താണ് കരിങ്കുറി, അത് ഇത് എവിടെ നിന്നോ കിട്ടുന്നതാണെന്ന് പറഞ്ഞു. അത് തൊട്ടിരുന്നു. കാസർഗോഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിങ്ങളുടെ വോട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറി ഒരു തടസ്സമായതുകൊണ്ട് പുള്ളി അത് മാറ്റി. പക്ഷെ കാസർഗോഡ് നിന്ന് ഇവിടെ വരുമ്പോൾ വീണ്ടും തൊടും. അതിൽ പുള്ളിക്കൊരു മടിയില്ല. ഇപ്പോഴദ്ദേഹം ഇത് ഹൈന്ദവ സംസ്കാരത്തിനും എതിരാണ്. കാരണം കാസർഗോഡ് നിന്ന് ജയിക്കണം, കാസർഗോഡ് നിന്ന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഹൈന്ദവ സംസ്കാരം തെറ്റാണെന്ന് പറയണം. അത് തെറ്റാണെന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ്. ഇപ്പോൾ രാമൻ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഭർസനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം, ഇത് എവിടെയാണ് തെറ്റ് സംഭവിച്ചേക്കണം? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കട്ടെ. അതായത് ഉണ്ണിത്താൻ ഇന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഈ ശശി തരൂരിന് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങൾ മുഴുവൻ കൊടുത്തത് പാർട്ടിയാണ്. അയാൾ ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമാണ്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുമൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ആ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ പറ്റി പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അല്ലല്ലോ. ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ആ മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തീർന്നു പോയില്ലേ? അല്ല, ഗാന്ധി പറഞ്ഞില്ലേ കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ദിരാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കോൺഗ്രസിനെ തന്നെ ഉമ്മൻ കോൺഗ്രസ് എന്നൊക്കെ അല്ലേ പറയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോടിക്കണക്കിന് മനുഷ്യർ പണിയെടുത്തുണ്ടാക്കിയതല്ലേ അത്? അതെ. അല്ലാതെ ഈ തലക്ക് വെളിവില്ലാത്ത ആ ചെക്കൻ ഓടി നടന്നുണ്ടാക്കിയതല്ലല്ലോ, ഒരിക്കലുമല്ല.
അല്ലല്ലോ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയും കൂടി ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല. കോടിക്കണക്കിന് മനുഷ്യർ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനത്തിൽ ശശി തരൂരിൻ്റെ പങ്കുണ്ട് അതിനകത്ത്. ശശി തരൂരിനെ ഇവർ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തുന്നത് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അല്ലാതെ ശശി തരൂരിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടല്ലല്ലോ. ശശി തരൂർ സ്വന്തം നിലക്ക് അന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ശശി തരൂരാണെങ്കിൽ മുമ്പ് തന്നെ 1997 ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മില്ലന്യം അതിൽ എഴുതിയിട്ടുണ്ട്, ഈ സ്ത്രീ ടൂറിലെ ചവക്കച്ച എന്ന് സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ സഞ്ജയ് ഗാന്ധി ഇന്ദിരയുടെ തെമ്മാടിയായ മകൻ എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ടൂറിനിലെ ഒരു കരാറുകാരന്റെ മകളാണ് സോണിയാഗാന്ധി. കോളേജ് ബിരുദമില്ല, ഇന്ത്യൻ ജീവിതം അറിയില്ല, ആ പ്രധാനമന്ത്രിയുടെ വസതി മാത്രമേ അവർക്ക് ഇന്ത്യയിൽ അറിയാവൂ, ചിരിക്കില്ല, മിണ്ടില്ല, ടൂറിനില്ല ശവക്കച്ച. ഇതാണ് ആ പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ഞാനീ പറഞ്ഞത്. അയാളുടെ അഭിപ്രായമാണത്. അങ്ങനെയുള്ള ഒരാള് അയാൾ വന്ന സമയത്ത് അയാൾ ഐക്യരാഷ്ട്രസഭയിൽ വലിയ പദവിയിലിരുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് അതിൻ്റെ പെൻഷൻ തന്നെ സാമാന്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് പുള്ളി. പിന്നെ സാമാന്യത്തിലേറെ സുന്ദരനും സ്ത്രീകളുടെ മനം കവരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ തിരുവനന്തപുരത്ത് നിർത്തി മത്സരിപ്പിച്ചാൽ ജയിക്കും എന്നും അയാൾ നായരുമാണ്. അപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഈ കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കും എന്നൊരു ഉറപ്പ് വന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ്. അല്ലാതെ ഇയാൾ ചോദിച്ചു നടന്നിട്ട് കൊടുത്തതല്ലോ അത്, ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ കോടാനുകൂടി മനുഷ്യർ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അയാളുടെ ബുദ്ധിയും അയാളുടെ വാക്കും അയാളുടെ കഴിവും അയാളുടെ ശക്തിയും കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യമുണ്ട് എനിക്ക്. അപ്പോൾ ഇദ്ദേഹം ഈ കുടുംബ രാഷ്ട്രീയത്തിനെ ചീത്ത പറഞ്ഞു, ഈ ഇന്ദിര മറ്റേ നെഹ്റു ഗാന്ധി കുടുംബത്തിനെയൊക്കെ. രാധാകൃഷ്ണനാണെങ്കിൽ ഒരു ചായ കടയിൽ ചായ വിറ്റിരുന്ന ആൾക്കും പ്രധാനമന്ത്രിയാകാം BJP എന്നും പറഞ്ഞു. ശരിക്കും ഈ ശശി തരൂരിന് പറ്റിയ സ്ഥലമല്ലേ അങ്ങ് ഇപ്പോൾ നിൽക്കുന്ന BJP? അല്ല, അത് എവിടെ നിൽക്കണം, അതാണോ പറ്റിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ശശി തരൂരാണ്. അതിന് സമയമായി വരുന്നുണ്ടോ? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി തീരുമാനങ്ങൾ കുറെ കൂടി വേഗത്തിലാക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങൾ ഇനി കുറെ കൂടി ഗുണ്ടകളുടെ അടി അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഇട്ട് ചീത്ത വിളിക്കും. അല്ല, പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം അതിനകത്തൊന്നൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു ഇമേജ് എന്താണ് കേരളത്തിലെ? ഒരു പ്രിഡേറ്ററായിട്ടുള്ള സീരിയൽ പ്രിഡേറ്ററായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷാകവചം ഒരുക്കി വെക്കുന്ന ഒരു പാർട്ടി എന്നൊരു ഇമേജിലല്ലേ അത് നിൽക്കുന്നത്? അതിൻ്റെ ഇമേജ് അതല്ലേ? ഇതുപോലെ ദുർബലമായ ഒരു അപ്പുറത്ത് വേടനുണ്ടല്ലോ, നമ്മൾ ഈ തുലനം പാലിച്ചിട്ടുണ്ട്. അല്ല, ഇതുപോലെ ദുർബലമായ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ രാമൻ എത്രയോ കാലം തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ റിപ്പോർട്ടറായിരുന്നു മനോരമയുടെ. എത്രയോ പ്രതിപക്ഷ നേതാക്കളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്ക് അവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇത്ര ദുർബലമായൊരു പ്രതിപക്ഷം. അതിന് ഇടക്കിടക്ക് അതിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടേ? നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. അത് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു തവണയും കൂടി കോൺഗ്രസ് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കെ ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ഔദ്യോഗികമായി സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ട് അസംബ്ലിയിൽ പറയേണ്ട ബാധ്യത ഉള്ള പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷമാകട്ടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. ബഹളം ഉണ്ടാക്കി അവർ ഇറങ്ങിപ്പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി കളയും. ആ കോൺഗ്രസ്സിൽ നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പറഞ്ഞല്ലോ, ആ കോൺഗ്രസ്സിന് ശശി തരൂരിന് ഒരു വിലയില്ല. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിൽ ഇനി തുടരുന്നതും ശരിയല്ല. അപ്പോൾ അദ്ദേഹം ഈ ലേഖനമെഴുത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവർ പുറത്താക്കട്ടെ എന്നായിരിക്കും. അതായിരിക്കും. അപ്പോൾ അത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.